ഇതിലിപ്പം അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന രീതിക്കാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് 4 കോടിയൊക്കെ ഒരു കോടിയാണ്. അവരുടെ നേതാക്കളുടെ കയ്യിൽ തന്നെയുണ്ട് 10 കോടി. പിന്നെ 4 കോടി ഫ്രീസ് ചെയ്താൽ എന്താ? 10,000 കോടി വേറെ കയ്യിൽ കിടക്കുകയല്ലേ. പിന്നെ ഫ്രീസ് ചെയ്താൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കോടികൾ മുഴുവൻ കരുവന്നൂരിലത്തെയാണെന്നാണ് പറയുന്നത്. ഈ സംസ്ഥാനം ഇത്രയും 8 വർഷം ഭരിച്ചതിൻ്റെയാണ് കയ്യിലുള്ള കോടികൾ മുഴുവൻ. അല്ലാതെ കേരളത്തിന് ഈ പുറത്ത് സാധനം ഇല്ലല്ലോ, ഇതിൻ്റെ അകത്തല്ലേ ഉള്ളൂ. അതിപ്പോൾ ഇൻകം ടാക്സ് പറയേണ്ട കാര്യമാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ പാർട്ടി അക്കാര്യം ഇപ്പോൾ പറയുന്നില്ല അതിനെക്കുറിച്ച്. മറ്റൊന്നുമല്ല, ഈ ഡീല് എങ്ങനെ പുറത്തു വരും നമുക്ക് കാണാം. ഏതായാലും ഒരാഴ്ച കൂടെ നമുക്ക് സമയം നോക്കാം. ആവേശത്തോടെ പ്രവർത്തിക്കുന്ന എത്ര പേര് രംഗത്ത് മാറും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പ്രധാനമന്ത്രി വീണ്ടും വരികയാണ് കരുവന്നൂരിലേക്ക്. അത് നല്ലതാണ്. അദ്ദേഹം എത്ര തവണ വന്നാലും അദ്ദേഹം വരുംതോറും ഇവിടെ UDF വോട്ട് കൂടും. കാരണം മണിപ്പൂരിൽ ഇപ്പോഴും അക്രമം നടക്കുകയാണ്. അങ്ങനെ അക്രമം നടക്കുകയും പള്ളികൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന മണിപ്പൂരിലേക്ക് കാലെടുത്ത് വയ്ക്കാത്ത പ്രധാനമന്ത്രി 3ാം തവണയും തൃശ്ശൂർ വരുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് UDF വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നല്ലാതെ 1% പോലും കുറയില്ല.